ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം സബ് എസ് യു വിസ് അബോവ് എസ് യു വിസ് അങ്ങനെ എല്ലാ വാഹനങ്ങളുടെയും സെയിൽസ് നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മിഡ് സൈസ് എസ് യു വിസിൻ്റെ സെയിൽസ് ആണ്. 4.4 to 4.7 മീറ്റേഴ്സിനിടയിൽ ലെങ്ത് വരുന്ന വാഹനങ്ങളുടെ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ആണ്. ഇതിൽ തന്നെ നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം, ടോട്ടൽ 11 വാഹനങ്ങളാണുള്ളത്. ലാസ്റ്റ് വെക്കുന്ന സിട്രോൻ്റെ C5 എയർക്രോസ് ആണ്. സാഡ്ലി ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം സെയിലൊന്നും കിട്ടിയിട്ടില്ല. അതിലും നിരാശകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഇതിന് പ്രത്യേകിച്ച് സെയിലൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിഫറൻസ് പറയാനോ മന്ത് ഓൺ മന്തിൽ ഗ്രോത്ത് ഒന്നും പറയാനൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് മന്ത് ഓൺ മന്ത് ബേസിസിലാണ്. ഇനിയിപ്പോൾ അത് പോട്ടെ, നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കാമെന്ന് വിചാരിച്ചാലും ജൂലൈ 2024 ഈ വണ്ടിക്ക് സെയിലൊന്നും കിട്ടിയിട്ടില്ല. സോ ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം നല്ല സമയമാണെന്ന് തോന്നുന്നു. എങ്ങനെ നോക്കിയാലും 0 ആണ് ഇതിൻ്റെ സെയിൽ. പിന്നെ ഇത് കുറച്ച് വില കൂടുതലാണ്. ഇപ്പോൾ ആ പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികൾ വേറെ ഉണ്ട്. ആൻഡ് അധികം ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു ഇത്തിരി ബേസിക്കായിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. സോ അതായിരിക്കും. എനിവേ നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന ഫോക്സ്വാഗൻ്റെ ടിഗ്വാൻ R-Line ആണ്. ഇപ്പോൾ നമുക്ക് ആകെ ടിഗ്വാൻ R-Line മാത്രമേ കിട്ടുന്നുള്ളൂ. നേരത്തെ ടിഗ്വാൻ 5 സീറ്റർ മോഡൽ നോർമൽ ടിഗ്വാൻ ഉണ്ടായിരുന്നു. അത് നിർത്തിയിട്ടാണ് ഈ വണ്ടി വന്നത്. കഴിഞ്ഞ മാസം ഏതായാലും 28 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുമ്പോൾ ജൂൺ മാസത്തിൽ 5 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ 23 വാഹനങ്ങളുടെ വ്യത്യാസം 460% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. പക്ഷെ അത് ഈ ലോ വോളിയം സെയിൽസ് തന്നെയാണ്. 5 വണ്ടികൾ ടു 26 വണ്ടികൾ വരുമ്പോഴേക്കും 28 വണ്ടികൾ വരുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസമാണല്ലോ. സോ അതിൻ്റെയാണ് ഈ 460% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഗോൾഫിൻ്റെ അത്രയും സെയിൽ ടിഗ്വാൻ R-Line കിട്ടുന്നില്ല എന്ന്. ഓർ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ചിലപ്പം ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാവുമായിരിക്കും. നമുക്കിവിടെ ഗോൾഫിന് നല്ല ഡിമാൻഡാണ്. ഗോൾഫ് GTA വന്ന സമയത്ത്. പക്ഷേ ടിഗ്വാൻ R-Line അങ്ങനെ പൊതുവേ കണ്ടിട്ടില്ല. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ടുസോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 84 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 73 വണ്ടികളുടെ സെയിലായിരുന്നു വന്ന്. 11 വണ്ടികളുടെ വ്യത്യാസം 15.07% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ആണ്, പക്ഷേ ഈ വണ്ടിക്കും വലിയ സെയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് സത്യം പറഞ്ഞാൽ പ്രൈസ് പോയിന്റ് നല്ലൊരു വണ്ടിയാണ്. ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആയിട്ട് പറയും. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ സൈസ് ഡീസൻ്റ് ആണ്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ്, പെട്രോൾ, ഡീസൽ എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം നല്ലൊരു വണ്ടിയാണ്. പക്ഷേ ചിലപ്പം അത്രയും സ്പെൻഡ് ചെയ്യാതെ തന്നെ മഹീന്ദ്രയുടെ വണ്ടികൾ കുറച്ചും കൂടെ വില കുറച്ച് നല്ലതായിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഈ വണ്ടിക്കും ഇപ്പോൾ വലിയ ഡിമാൻഡ് ഇല്ലാത്ത. പണ്ടൊക്കെ 300-400 ആ റേഞ്ചിലെങ്കിലും വിറ്റുകൊണ്ടിരുന്നായിരുന്നു. അതുപോലെ തന്നെ പണ്ടത്തെ പ്രതാപത്തിൽ മുങ്ങിപ്പോയ മറ്റൊരു വണ്ടിയാണ് നമ്മുടെ ജീപ്പ് കോമ്പസ്. ഇതിന് എക്സാക്ട്ലി സെയിം സെയിൽസ് ആണ്. കഴിഞ്ഞ മാസം 129 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. ജൂൺ മാസത്തിൽ 129 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രോത്തും ഇല്ല, ഡീഗ്രോത്തും ഇല്ല, വ്യത്യാസവും ഇല്ല, ഒന്നുമില്ല. എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇത് പക്ഷേ നല്ലൊരു വണ്ടി ആയിരുന്നു 2017 വന്ന സമയത്ത്. അപ്പോൾ ഇഷ്ടംപോലെ വിറ്റുകൊണ്ടിരുന്നതുമാണ്. പിന്നീട് കോമ്പറ്റീഷൻ നന്നായി, വണ്ടികൾ ഇഷ്ടംപോലെ വന്നു. ഈ പ്രൈസ് പോയിന്റിലും താഴെ വണ്ടികൾ വന്നു. ഈ വണ്ടി ഇപ്പോൾ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. 37-38 lakhs ആവും. ഇതിന് ടോപ്പ് ആൻഡ് ഓൾ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഓൺ റോഡൊക്കെ ഇറങ്ങുമ്പോഴേക്കും. ഡീസൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, പെട്രോൾ അവർ നിർത്തി. അങ്ങനെ എല്ലാം കൊണ്ടും ജീപ്പ് തന്നെ അവരുടെ ഇത് നശിപ്പിച്ചാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡൽ ഈ അടുത്ത് ഇൻ്റർനാഷണലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അക്കാര്യത്തിലും തീരുമാനമായി. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MG ഹെക്ടറും ഹെക്ടർ പ്ലസും രണ്ടും കൂടെ കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം ജസ്റ്റ് 579 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ജൂൺ മാസത്തിൽ 757 വാഹനങ്ങളുടെ സെയിൽ വന്നതായിരുന്നു. അതായത് 178 വാഹനങ്ങളുടെ വ്യത്യാസം 23.51% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ 11 വണ്ടികളുള്ള ലിസ്റ്റിൽ ആകെപ്പാടെ 2 വാഹനങ്ങൾക്ക് മാത്രമേ ഡീഗ്രോത്ത് ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് ഹെക്ടർ. ഈ വണ്ടിയും ഇറങ്ങിയ സമയത്ത് 2019 ഡീസൻ്റായിട്ട് വിറ്റുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ MGക്കും കൂടുതൽ ഫോക്കസ് ഉള്ളത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. പിന്നെ ഈ പ്രൈസ് പോയിന്റിൽ വേറെ നമുക്ക് XUV700+, സ്കോർപ്പിയൻ ഉണ്ട്, ഹാരിയർ, സഫാരി, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതുകൊണ്ടൊക്കെ ഇതിനധികം ഡിമാൻഡും ഇല്ല, സെയിലും ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം അടുത്ത ടാറ്റയുടെ സഫാരിയാണ്. ഇതിന് കഴിഞ്ഞ മാസം 1242 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 1000-നും താഴെയായിരുന്നു. 922 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 320 വാഹനങ്ങളുടെ വ്യത്യാസം 34.71% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടിഗ്വാൻ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് സഫാരി. ഇതിനിപ്പം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയാം കുറച്ച് മുന്നത്തെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് സ്റ്റിൽ മഹീന്ദ്ര തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ലീഡ് ചെയ്യുന്നത്. അവരുടെ വാഹനങ്ങൾ അധികം വൈകാതെ നിങ്ങൾ അറിയും എത്ര സെയിൽ ഉണ്ടെന്ന്. പിന്നെ നിങ്ങൾ മന്ത്ലി സെയിൽസ് എൻ്റെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് മഹീന്ദ്രയുടെ സെയിൽസിൻ്റെ ലെവലെന്ന്. ഇവിടെ സഫാരി ആണെങ്കിൽ അടുത്ത ഹാരിയർ ആണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ അല്ല, അടുത്ത അൽക്കസാർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1419 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജൂൺ മാസത്തിൽ 1174 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 245 വാഹനങ്ങളുടെ വ്യത്യാസം 20.87% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. ഗ്രോത്ത് റേറ്റ് ഒക്കെ ഡീസൻ്റ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഫേസ് ലിഫ്റ്റ് കറക്റ്റൊക്കെ വന്ന പോലെ ഈ വണ്ടിക്ക്
ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ സെയിൽ കൂടേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് കാലം ഒരു 3-4 മാസം സെയിൽ കൂടി, അതിനുശേഷം പിന്നെ സെയിൽ അങ്ങോട്ട് കുറഞ്ഞു. എഗെയിൻ മഹീന്ദ്രയുടെ വാഹനങ്ങൾ EVs എല്ലാം കൊണ്ടും ആയിരിക്കാം, അല്ലാതെ പ്രത്യേകിച്ച് വേറെ റീസണൊന്നും ഇല്ല വണ്ടിക്ക് സെയിൽ പറയാൻ. ഇതും ആ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയാണ്. നമുക്ക് XC70 അല്ലെ സഫാരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും സൈസ് ഇതിന് വരുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഇത് ക്രെറ്റ ബേസ്ഡ് ആണ്, സഫാരി എന്ന് പറയുന്നത് ഹാരിയർ ബേസ്ഡ് ആണ്. ഇനി അടുത്ത നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ഹാരിയർ ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം ഏതായാലും നല്ല രീതിയിൽ സെയിൽ കൂടിയിട്ടുണ്ട്. 2216 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. ജൂൺ മാസത്തിൽ 1259 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. സോ 957 വാഹനങ്ങളുടെ വ്യത്യാസം 76.01% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ടിഗ്വാൻ കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും കൂടിയാണ് ഹാരിയർ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ ഇതിൻ്റെ തന്നെ കോമ്പറ്റ് ചെയ്യുന്ന ഓർ ഈ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന ഇലക്ട്രിക് വാഹനത്തിന് ഇതിനേക്കാൾ കൂടുതൽ സെയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ പെട്രോളും പെട്രോളില്ല ഡീസലും ഇലക്ട്രിക്കും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആകെപ്പാടെ ഇത്രയും സെയിലേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇത് ജൂലൈ സെയിലല്ലേ, അതിൽ ഹാരിയറിൻ്റെ EV ഒക്കെ കൂട്ടാമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ അവർ ഏകദേശം ജൂലൈയിൽ തുടങ്ങിയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ പറയുന്നത് ഡിസ്പാച്ച് യൂണിറ്റ്സ് ആണ്, അല്ലാതെ അതായത് ഡെലിവറിക്ക് വരിക്കുന്ന വണ്ടികളല്ല. ഡെലിവറി ഓഗസ്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഓഗസ്റ്റിലെ സെയിൽ വരുമ്പോൾ നോക്കാം എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന്. ഇനി നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XEV90 ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മഹീന്ദ്രയുടെ ഒറ്റ ഇലക്ട്രിക് വാഹനത്തിന് ഹാരിയറിന് ഡീസലും അതുപോലെ ഇലക്ട്രിക്കും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സെയിലിന് വരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2462 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂൺ മാസത്തിൽ ഇതിലും കൂടുതലായിരുന്നു, 2808 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. 346 വാഹനങ്ങളുടെ വ്യത്യാസവും 12.32% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്ന വണ്ടി ഇതാണെന്ന് പറയാം. പക്ഷേ ഓൾറെഡി 2 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉള്ളൂ. സോ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഇതിനേക്കാൾ സെയിൽ കുറവാണ് BE6-ന്. ആൾക്കാർ കൂടുതലും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് ഈ വണ്ടിയാണ് ചൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ XUV700 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7054 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. ജൂൺ മാസത്തിൽ 6198 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 856 വാഹനങ്ങളുടെ വ്യത്യാസവും 13.81% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ പെൻഡിങ് ആണ്, എന്നിട്ടാണ് ഇത്രയും സെയിൽ വരുന്നത്. ഫേസ് ലിഫ്റ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇൻറ്റീരിയറിൽ നമുക്ക് XUV9 ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിയുടെ പ്രീഫേസ് ലിഫ്റ്റ്, അതായത് ഇപ്പോൾ കിട്ടുന്ന വണ്ടിക്ക് വരെ 7000-ന് സെയിൽ ഉണ്ടെന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോനിൻ്റെയും സെയിൽ വന്നിരിക്കുന്നത്. സ്കോർപിയോൻ്റെയും ക്ലാസിക്കും രണ്ടും കമ്പൈൻഡ് ആണ്. കഴിഞ്ഞ മാസം 13747 വാഹനങ്ങൾ സെയിലാണ് ഇതിന് വന്നത്. ജൂൺ മാസത്തിൽ 12740 വണ്ടികൾ സെയിലായിരുന്നു. സോ കറക്റ്റ് 1007 വണ്ടികളുടെ വ്യത്യാസം, ഓർ അറൗണ്ട് 1000-ന് വ്യത്യാസം എന്ന് പറയും. 7.9% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഈ വണ്ടിയും പ്രൈസും സെഗ്മെൻറ്റും സൈസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും സെയിൽ വരിക എന്ന് പറയുന്ന ഗംഭീര കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലായും നോർത്ത് ഇന്ത്യ സൈഡിലാണ് ഈ വണ്ടികൾക്ക് ഇത്രയും ഡിമാൻഡ് ഉള്ളത്. ഞാൻ കേരളത്തിൽ ഇത്രയും സ്കോർപിയോൻ വിൽക്കുന്നത് കണ്ടിട്ടില്ല. കൂടുതലും 700 തന്നെയാണ് കാണാറുള്ളത്. ഏതായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏകദേശം ഒരു 20 to 30 lakhs വരെയുള്ള സെഗ്മെൻറ്റ് കംപ്ലീറ്റ് മഹീന്ദ്രയുടെ കയ്യിലാണ്. വേറെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഏതൊക്കെ വന്നാലും പോയാലും മഹീന്ദ്ര തന്നെ ആയിരിക്കും ആൾക്കാർ എടുക്കുന്നത്. ഇനിയിപ്പോൾ അത് മാറ്റാൻ ഏതെങ്കിലും ഒരു വണ്ടി ടാറ്റ തന്നെ ഇറക്കിയാൽ ശരിയാവുമായിരിക്കും. എനിവേ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയി മിഡ് സൈസ് SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ആയി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ and goodbye.